ഭഗവാനും പറയുന്നു, ഭഗവാനെ ഒരുപാട് പേര് അപമാനിക്കുന്നു. എന്നെ അപമാനിച്ചോട്ടെ, ഞാൻ എന്തിനാ അവരുടെ പിന്നാലെ പോകുന്നത്? ഒരു അഹോരി ആവണമെന്നുണ്ടെങ്കിൽ സാക്ഷാൽ പരമശിവൻ വിചാരിക്കണം. അവനവൻ്റെ അനുഭവങ്ങളിൽ കൂടെ മാത്രമേ പഠിക്കൂ. ഇവിടെ വന്നിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ ഒരു മിറാക്കിൾ സംഭവിച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂത്രം മാറും. ഞാൻ പൂജയ്ക്കൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ മാത്രം കണ്ടുവരുന്നതാണ് അഘോരിമാർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഘോരി സന്യാസികളെന്ന് കേൾക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ശരിക്കും ഒരു വേഷം കെട്ടിയൊന്നും നിൽക്കുകയല്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു അഘോരി സന്യാസി തന്നെയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ നഗരൂരിലാണല്ലേ? അതെ. നമ്മൾ ഈ അടുത്ത സമയത്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു അഘോരി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്. ആളുകൾ പലരും അതിനെ സീരിയസ് ആയിട്ട് കാണുന്നു, ചിലരതിനെ പരിഹാസത്തോടെ കാണുന്നു. ഈ ജനറേഷനിലും ഇങ്ങനെയൊക്കെ നടക്കുന്നത് മോശമല്ലേ? എന്ന് മോശമാണെന്ന് അവർക്ക് തോന്നിയാൽ എനിക്കൊന്നും പറയാനില്ല. കാരണം അവർക്ക് മോശമായിട്ട് തോന്നുന്നു, അത് അവരുടെ കാഴ്ചപ്പാട്. നല്ലതായിട്ട് തോന്നുന്നവരുടെ നല്ലൊരു കാഴ്ചപ്പാട്. പിന്നെ ഇതിൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആരെയും ഒന്നും അപമാനിച്ച് പറയാറില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനും പറയുന്നു, ഭഗവാനെ ഒരുപാട് പേര് അപമാനിക്കുന്നു. എന്നെ അപമാനിച്ചോട്ടെ, ഞാൻ എന്തിനാ അവരുടെ പിന്നാലെ പോകുന്നത്? അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ദൈവം ഇതേപോലെ ഒരു ഫോട്ടോയിൽ വെച്ച് ഒരാൾ പൂജിക്കണമെന്ന് വിചാരിക്കും, ഞാനല്ല എന്ന് വിചാരിക്കും. ആ ആളിൻ്റെ അടുത്ത് ഒരു ഫലം കിട്ടി, ഒരാൾ പറഞ്ഞ്, പലരും പറഞ്ഞ്, മീഡിയക്കാരൊക്കെ ചെന്ന് കണ്ട് എല്ലാവരും പറഞ്ഞ്, ആ ഫോട്ടോയുടെ അടുത്ത് പോയി കുമ്പിടുമോ ഇല്ലയോ? കുമ്പിടും അല്ലേ? ഞാൻ എൻ്റെ അടുത്ത് കുമ്പിടാൻ പറയുന്നില്ല, ഞാൻ ആരെയും വിളിക്കില്ല. ഇവിടെ ആരെങ്കിലും വരുന്നവരെ നോക്കും, പൂജകൾ നടത്തും, അങ്ങ് പോകും. ആരെയും അറിയിക്കണമെന്നുള്ള ഇതൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു സന്യാസം സ്വീകരിക്കുന്ന ഒരു പ്രായമോ അങ്ങനെയൊന്നും അല്ല എനിക്ക് തോന്നുന്നത്. ഈ നരയൊക്കെ കാണുന്നെങ്കിലും താങ്കൾ വളരെ ചെറുപ്പമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ഒരു അഘോരി സന്യാസത്തിലേക്ക് വരുന്നൊരു? പരമശിവന് കുഞ്ഞുനാൾ മുതലേ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ക്ഷേത്ര തിരുമേനിയൊക്കെ ആയി. പിന്നെ അത്യാവശ്യം താന്ത്രികത്തിനൊക്കെ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ജപവും കാര്യങ്ങളും അന്ന് മുതലേ ഉണ്ട്. ജപം ചിലപ്പോൾ മണിക്കൂറുകൾ പോലും ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ രാവിലെ ഉണ്ട്, വൈകുന്നേരമുണ്ട്, സന്ധ്യാവനമുണ്ട്. ഒരു തിരുമേനി, ഒരു ബ്രാഹ്മണൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, ഞാൻ ബ്രാഹ്മണനല്ല, ഞാൻ ഈഴുവാനാണ്, എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം. അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞൊരു ജാതിയല്ല, കർമ്മം കൊണ്ട് അല്ല ജനനം കൊണ്ട് ബ്രാഹ്മണനായില്ലെങ്കിലും കർമ്മം കൊണ്ട് ബ്രാഹ്മണനാവാം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇപ്പോൾ നിശ്ചയിക്കുന്നത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ആ രീതിയിൽ നമ്മളിങ്ങനെ അങ്ങ് പോകുന്നെന്ന് മാത്രം. അല്ല, ഉത്തരേന്ത്യയിലായിരുന്നോ കുറെ കാലം? ഇല്ല, നമ്മൾ ഒരു അഘോരി ആവണമെങ്കിൽ ഉത്തരേന്ത്യയിൽ പോകണമെന്നുണ്ടോ? അത് തെറ്റായ ധാരണയാണ്. ഒരു അഘോരി ആവണമെന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ ആരിയിരിക്കുന്നു? ഒരു അഘോരി ആവണമെന്നുണ്ടെങ്കിൽ സാക്ഷാൽ പരമശിവൻ വിചാരിക്കണം. 5 മുഖങ്ങളിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന അഘോരമൂർത്തി വിചാരിക്കണം ഒരാൾ അഘോരി ആവണമെന്ന്. ആ അഘോരി ആവണമെന്ന് ഭഗവാൻ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അഘോരി ആവണമെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 3-4 വർഷം ആരും അറിയുന്നില്ല, ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല, ജപവും തപവുമായിട്ടിരുന്ന് അങ്ങനെ ഇരുന്ന് എൻ്റെ ഭാര്യ പോലും അറിഞ്ഞില്ല. ഒരു ദിവസം ഇവിടെ തിണ്ണയുണ്ടായിരുന്നു. തിണ്ണയിൽ നിന്നപ്പോഴത്തേക്ക് പ്രാണായാമം എടുക്കുമ്പോൾ മറ്റുള്ളവർ പ്രാണായാമം എടുക്കുമ്പോഴത്തേക്ക് മൂത്രം പോകാറില്ല. ഞാൻ പ്രാണായാമം എടുക്കുമ്പോൾ എൻ്റെ യൂറിൻ ഓട്ടോമാറ്റിക്കായി പോകും. കാരണം പൂർണ്ണമായും സമാധിയിലേക്ക് വരികയാണ്. മരണം ആണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂത്രം മാറും. ഞാൻ പൂജയ്ക്കൊക്കെ കയറുന്ന സമയത്ത് അങ്ങനെ എടുത്തും കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് മൊത്തം മൂത്രം അന്നത്തേക്കാട്ടും കൂടുതൽ തളം കെട്ടി. ഞാൻ അവളോടുത്ത് പറഞ്ഞു, നീ ഇറങ്ങി ഒന്നൊന്ന് ഉടച്ചു കളയാൻ. ഞാൻ അങ്ങോട്ട് ഇവിടെ ഇറങ്ങിയിരുന്നു. അപ്പോൾ എനിക്ക് ഈ മന്ത്രസിദ്ധി, അഘോര മന്ത്രത്തിൻ്റെ സിദ്ധിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കും സംശയമായിരുന്നു ഈ കലികാലത്ത് എനിക്ക് സിദ്ധി കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ എന്നിട്ടും വിട്ടില്ല, ഭഗവാനെ തന്നെ മുറുകെ പിടിച്ചു. പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടായി. എൻ്റെ ധർമ്മസ്ഥാനത്ത് വലിയൊരു മുഴ കണക്ക് വന്നു. എൻ്റെ പല കാര്യങ്ങളും, എൻ്റെ പൈസയൊക്കെ ഇരുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പോൾ പൈസയൊക്കെ ഇങ്ങനെ അലൂലൂലോ അങ്ങ് പോയി, എല്ലാം പോയി. എന്നിട്ടും വിട്ടില്ല, ഞാൻ ഒന്നും വിട്ടില്ല. ഇതേപോലെ ഇരുന്ന് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്കത് ആവണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഇവിടെ ഇരുന്നപ്പോൾ, ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ദർശനം കാണിച്ചു തന്ന ഏറ്റുമാനൂരപ്പൻ കോട്ടയം ഫുള്ള് കാണിച്ചു തന്നു, ഒറിജിനൽ രൂപം കാണിച്ചു തന്ന് ഞാൻ അവിടെ
അവിടെ ചെല്ലാൻ പറഞ്ഞ് ഇവിടെ ചീരയും പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിർത്തുന്നു. എന്തെന്ന് വെച്ച് ഞാൻ പറഞ്ഞു നിർത്ത്, അത്യാവശ്യം ഡ്രസ്സ് എടുത്തുകൊണ്ട് ഇറങ്ങിക്കോ. അപ്പോഴേ ഇവിടെ നിന്ന് പോയി കോട്ടയത്തേക്ക് എടുക്കുമ്പോഴും ഒരു രൂപമില്ല ഇയാൾക്ക്. അവിടെ ചെന്ന് രാവിലെ നിർമ്മാലയം കണ്ട് തൊഴാൻ പറഞ്ഞ് നിർമ്മാലയം കണ്ട് തൊഴുത് അവിടെ നിന്ന് തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞ് അപ്പോഴും നമുക്ക് മന്ത്രസിദ്ധി കിട്ടത്തില്ല. 6 മാസം വരെ നമ്മൾ പിന്നെ ഇതിനു വേണ്ടി ഭഗവാൻ പാർത്തു. അഹോരമൂർത്തി ഋഷിമാരെ പോലും ഉപദേശിക്കുന്ന ആളാണ്. അതുപോലെ നമ്മൾ ഉപദേശിക്കും. ഇന്നെടുത്തിരിക്കുമ്പോൾ തെക്കോട്ട് തിരിഞ്ഞിരി, ഇന്നെടുത്തിരിക്കുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരി, കിഴക്കോട്ട് തിരിഞ്ഞിരി. ജപിക്കാനാണ്. ഇന്ന കാര്യങ്ങൾ നീ ചെയ്യും, ഇതിൽ കൂടെ ഇന്നത് നീ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്ന പറയണത് ഞാൻ മൊത്തം കാര്യങ്ങളും പറഞ്ഞിടാത്തതുകൊണ്ടാണ് പറയണത്. ഇതുപോലെ ചെയ്തു പോയി 6 മാസമായിട്ട് എനിക്ക്. അപ്പം ഈ മന്ത്രം കൊണ്ട് ഞാൻ എന്ത് കാര്യങ്ങളും ഒരു മീഡിയം ലെവൽ വരെ എന്ത് കാര്യങ്ങളും ചെയ്താലും എനിക്കതിൽ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഭിചാരം കിട്ടി ഒരുപാട് പേര് എനിക്കും പണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാനും കിടന്ന് അനുഭവിച്ചതിലൊക്കെ വിശ്വാസമാണോ? തീർച്ചയായും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും എനിക്ക് തന്നെ അനുഭവമുണ്ട് ഇതൊക്കെ ആവുന്നതിന് മുമ്പ്. അപ്പം അത് എനിക്ക് മറ്റുള്ളവർക്ക് മാറ്റി കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അതിൻ്റെ സിദ്ധിയിൽ നിന്നെടുത്ത് അതിൻ്റെ പൂജ തന്നെ പഠിപ്പിച്ച് ഒരു വിധത്തിൽ നോക്കിയാൽ പരമശിവൻ തന്നെയാണ് ഈ സിദ്ധിയുടെ ഗുരു. മറ്റതെല്ലാം വേറൊരാളാണ് പഠിപ്പിച്ചത്. പാലക്കാട്ടുള്ള പരമേശ്വരൻ നമ്പൂരിയാണ് പഠിപ്പിച്ചത് ക്ഷേത്ര പൂജാ കാര്യങ്ങളെല്ലാം. എൻ്റെ ക്ഷേത്രത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് ഇപ്പം ക്ഷേത്രത്തിലൊന്നും പോകണില്ല. പിന്നെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇത് തന്നെയാണ് ഇതേ പ്രശ്നമൊക്കെ വെച്ച് ഐതിഹ്യം അറിയണോ? ഇവിടുത്തെ ഇവിടെ ഒരു ശില, ഈ ശില ഇവിടെ തറയിൽ ഒരു കുടവും വെള്ളമാണ് വെച്ചിരുന്നത്. ഇത് കുടവും വെള്ളവും എറുത്തിലടിക്കാതിരിക്കാൻ വേണ്ടി മുകളിലെടുത്ത് വയ്ക്കാൻ വേണ്ടി വെച്ച ശിലയാണത്. 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ തല എന്തോ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു വലിയൊരു മുഖം തെക്കോട്ട് തിരിഞ്ഞ് ഇരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ അഹോരമൂർത്തിന് എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞ് വിളക്ക് എത്തിച്ചെന്ന് പറഞ്ഞു, മുടക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയൊരു അമ്പലം വേണം. അന്ന് ഇതില്ല, ഇതിപ്പോൾ കെട്ടിയതാണ്. ആ ചെറിയൊരു കോവിൽ മാത്രമേ ഉള്ളൂ. ആ പൂജ കഴിഞ്ഞപ്പോൾ എനിക്ക് പൈസ കിട്ടി. ആ പൈസ കൊണ്ട് മേശിരിനെയൊക്കെ വിളിച്ചപ്പോൾ മേശിരിമാരൊന്നും വരുന്നില്ല. ഭഗവാന്റെ നിശ്ചയം നമ്മൾ രണ്ടുപേരും കൂടെ കെട്ടണമെന്നായിരുന്നു. ഇത് ഇത്രയും കെട്ടിയതും ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് കെട്ടിയത്. പൂശി ഇത്രയും എടുത്തത്. ഇതിപ്പോൾ കെട്ടിയതാണ്, ഈ വാർഷികത്തിന് കിട്ടിയത്. മറ്റേത് അതുവരെ ഉണ്ടായിരുന്നത്, ആ ജോയിൻ്റ് വരെ ഉള്ളൂ. ഇവിടെ ആർക്കും ഒന്നും കയറി പൂജിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബ്രാഹ്മൺസിൻ്റെ ഇത് അവർ ഈ ഗൗളാചാര പ്രകാരം ഇവിടെ ആദ്യം നമ്മൾ സാധിക പൂജന് കൊടുക്കും, സാധാ അമ്പലത്തിലെ പൂജന് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ദേവപ്രശ്നം ഒന്നോട് വെച്ചപ്പോഴത്തേക്കും അത് പോരാന്ന് പറഞ്ഞു. അത് കൊടുത്തതിന് ശേഷം ഭഗവാനാണ് ശക്തിപ്പെട്ടു. ഇപ്പൊ ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി അവരൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് വലിയ രീതിയിൽ ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ചയായി. അതേ വർഷം അതേ സമയം അഘോരസ്വാമി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും ഇതും തമ്മിൽ അങ്ങനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്താ? നിയോഗം വേണം. നിങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാനായിട്ടുള്ള ഒരു നിയോഗം വേണം. മുൻ ജന്മത്തിൽ എവിടെയെങ്കിലും നമ്മളൊരു കണക്റ്റിംഗ് കാണും. ആ കണക്റ്റിംഗ് ഇല്ലാത്തവരാരും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും പ്രധാനപ്പെട്ട സമയങ്ങളിലും നമ്മൾ അറിയില്ല. പണ്ട് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞ ജന്മത്തിൽ കണ്ടതോ അല്ലെങ്കിൽ ആ ജന്മത്തിൽ ഭഗവാൻ നിയോഗിക്കുന്നവർ മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഭക്തരും അങ്ങനെ തന്നെ. ഞാൻ 50 പേരെ നോക്കിക്കഴിഞ്ഞാൽ 5 പേർക്കായിരിക്കും ഭഗവാൻ പൂജ ചെയ്യുന്നത്. കാരണം ഇവിടെ അല്ലാതെ എനിക്ക് പോലും എല്ലാം അവിടെ നിന്നാണ് തീരുമാനം. എനിക്ക് പോലും ഇവിടെ ഒരു പൂജ വരിക എന്നുള്ളത് അപ്പോൾ ഒരു നിയോഗമായിരുന്നല്ലേ ഞങ്ങളുടെ? തീർച്ചയായിട്ടും. ഇവിടെ അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ വർഷം ഇവിടെ ഭജനം വെക്കാനായിട്ട് ഒരാൾ വന്നു, ഒരാൾ സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ ഭജനം വെച്ചു. ഞാൻ ഇവിടെ അടുത്തുള്ള ആളെയില്ല, ഒരു കർട്ടൻ കടയൊക്കെ ഇടുന്ന ഒരാളാണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ പുള്ളിയുടെ ചിമ്മേന് ചോദിച്ചു, എങ്ങനെയുണ്ട്? എനിക്കൊരു 41 വേണം, സമയമില്ല തിരുമേനി. നീ സന്തോഷമായി. എനിക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവർ രക്ഷപ്പെടട്ടെ. ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ആയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ അവർക്കൊരു ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ചിലവർക്കൊരു മാനമില്ല. വലിയ കോവിലുകളിൽ പോയി ഒരു വിഷയമില്ല. ആരാണോ ഇതിനകത്തിരിക്കുന്നത് അവരാണ് പ്രാധാന്യം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഒരു സീരിയൽ നടനും നാടക ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട്
വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അഘോരി സന്യാസി കേരളത്തിൽ നമ്മൾ അപൂർവമായിട്ട് കേട്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ എന്താണ് മനസ്സിൽ ഫീൽ ചെയ്യുന്നത്? അല്ല, എനിക്ക് ഇന്നലെ വരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. ഇന്നലെ രാത്രിയാണ്. ഇദ്ദേഹത്തിന് നേരത്തെ എനിക്ക് പരിചയമുണ്ട്, വർഷങ്ങളോളം പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ അതിന് ശേഷം ഇന്നലെ രാത്രിയും വരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അസുഖം തന്നെ കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ എത്തിപ്പെടുമെന്നും പ്രതീക്ഷിക്കില്ല. എനിക്ക് വരണമെന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അതിരാവിലെ ഞാൻ കുളിച്ച് റെഡിയായി. വരുന്ന വഴിയിലും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഇവിടെ എത്തിയപ്പോൾ മുതൽ എന്താണ് മനസ്സിലായത്? അതിനുശേഷം അദ്ദേഹം വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുകയുണ്ടായി. അതിന് ശേഷമാണ് ഞാൻ നേരെ ആ കസേരയിൽ ഇരുന്നത് പോലും. നമ്മളിതൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ ആളുകൾ ഒരുപാടൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കത്തില്ല. അവരോടൊക്കെ എന്താ പറയുക? അല്ല, അത് പൊതുജനം പലവിധമെന്നോ പണ്ട് പറഞ്ഞ ഒരു വാക്കുകളുണ്ട്. അതുകൊണ്ട് അവർ എന്താണ് തീരുമാനിച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കില്ല. അവനവൻ്റെ അനുഭവങ്ങളിൽ കൂടെ മാത്രമേ ഫലിപ്പിക്കൂ. ഇവിടെ വന്നിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ ഒരു മിറാക്കിൾ സംഭവിച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്കൊരു നല്ല അനുഭവം പോലെ. എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോകണമെന്ന് തന്നെ തോന്നുന്നുണ്ട്. മറ്റേത് വീട്ടിൽ ഇരിക്കണമെന്ന് തോന്നാത്തൊരു വ്യക്തിയാണ്. ഈ പറയുമ്പോൾ ഒരു പക്ഷേ ജനങ്ങൾ പറയും ഞാനൊരു മണ്ടനാണെന്ന്. പക്ഷേ അവർ പറയുന്നവരങ്ങ് പറഞ്ഞോട്ടെ, മണ്ടനാണെങ്കിൽ മണ്ടൻ. ചിലർ പരിഹാസത്തോടെ കാണും. അല്ല, ആ പരിഹാസത്തോടെ അവർ കണ്ടോട്ടെ. എൻ്റെ അനുഭവം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായത് വരുന്ന ദിവസങ്ങളിൽ ഇവിടെ കുടികൊണ്ടിരിക്കുന്ന ഭഗവാൻ എനിക്ക് എന്തെങ്കിലും തരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഏതായാലും നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന അഘോരി സന്യാസിമാർ നമ്മുടെ കേരളത്തിലേക്കൊക്കെ വരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു അഘോരി സന്യാസി ആകണമെങ്കിൽ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ വാരണാസിയിലോ ഒന്നും പോകണമെന്നില്ല. അതിൻ്റെ ആ ഒരു ചൈതന്യം നമുക്ക് എവിടെ ഇരുന്നാലും ലഭിക്കുമെന്നാണ്. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വിവരം നമ്മൾ പുറത്തു വിടുമ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ പരിഹസിച്ചേക്കാം, ചില ആൾക്കാർ നമ്മളോട് അനുകൂലിച്ചേക്കാം. എന്തു തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള ചില ആളുകൾ ചിലപ്പോൾ ഒരു നിയോഗമായിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ അഗ്നീജ്വലിനൊപ്പം ബിൽവനിക്സൺ, ഡിസ്നി ന്യൂസ്.